പി കെ ശശിയുമായി ചർച്ച നടത്തിയത് പാലക്കാട്ടെ CPM വിമത നേതാവ് എം സതീഷ്. മാർച്ച് 5-ന് നടക്കുന്ന വിമതരുടെ കൺവെൻഷനിൽ പി കെ ശശി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. എ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളെയും കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. CPM-നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ചില ആളുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നും എം സതീഷ്. ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അത് മാർച്ച് 5-ന് പ്രവർത്തകരുടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. പി കെ ശശിയുമായിട്ട് ആലോചിച്ചു, അദ്ദേഹം കൂടി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്കൊന്നും പുള്ളി എത്തിയിട്ടില്ല. അദ്ദേഹത്തെ കൂടി ഈ അസംതൃപ്തരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. നിരവധി അസംതൃപ്തർ ഈ ജില്ലയ്ക്കകത്തുണ്ട്. അല്ല, CPM നേതൃത്വത്തിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ. 100 തവണ അപ്പീൽ കൊടുത്താലും പാർട്ടിയിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്താണോ പാർട്ടി? ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ? അർഹതപ്പെട്ട ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമല്ലേ? ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇക്ബാൽ, നേരെ പാർട്ടി സെക്രട്ടറിക്കെതിരെ തന്നെയാണ് വിമർശനത്തിന്റെ മുന. മാധു സജി, ഈ KTDC ചെയർമാൻ സ്ഥാനം പി കെ ശശി രാജിവെച്ചതിന് പിന്നാലെ നമ്മൾ അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പലതവണ ചോദിച്ചിരുന്നു, കോൺഗ്രസിലേക്ക് ചേക്കേറുമോ അല്ലെങ്കിൽ UDF-ലേക്ക് ചേക്കേറുമോ എന്നുള്ളത്. ഇല്ല എന്നുള്ള മറുപടിക്കൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. പാലക്കാട്ടെ ഈ വിമത നേതാക്കളുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ തനിക്ക് അറിയില്ല, അവരുടെ പുതിയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പി കെ ശശി പറഞ്ഞത്. പക്ഷേ പാലക്കാട്ടെ CPM-ലെ വിമത പക്ഷത്തിന്റെ നേതാവായിട്ടുള്ള എം സതീഷ് ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് പി കെ ശശിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഫോണിൽ പി കെ ശശിയുമായി സംസാരിച്ചു. മാർച്ച് 5-ന് നടക്കാൻ പോകുന്നു, അതിൽ പി കെ ശശി പങ്കെടുക്കുമെന്നുള്ളതാണ് വിമത നേതാക്കളുടെ